ഹലോ ഗായ്സ്, ഇന്ന് പെസഹ ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് ആയല്ലോ. നമ്മൾ കലൂര് പള്ളിയിലാണ് കുമ്പസാരിക്കാൻ പോയത് തലേദിവസം. അപ്പോൾ ജോലി കഴിഞ്ഞ് കുമ്പസാരം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു നേരമായി 5:30 എണീറ്റിട്ട് 5:58 ആയപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടോ. 6 മണിക്കാണ് പള്ളിയിൽ കുർബാന. എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായുള്ളൂ പ്രതീക്ഷണമായിട്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ കുർബാനയിലൊന്ന് പങ്കെടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. ലോകകാര്യങ്ങൾ അറിയുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് വന്നപ്പോൾ തന്നെ ന്യൂസ് പേപ്പർ അവിടെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കി കേട്ടോ. എന്നാലും ചക്കയുടെ ഒക്കെ ന്യൂസാണ് വായിച്ചത്. പിന്നെ കുറച്ച് നേരം റോക്കീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൽ വളരെ കുറവാണ്. വല്ലപ്പോഴും ഇവളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ആ ടൈമിൽ അവൻ വിളിച്ചാലൊന്നും പോകില്ല. എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അവളെ കയറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ലിക്വിഡ് പോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വീഡിയോ പുറകെ വരാം. അപ്പോൾ ആ ചട്ടീൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. അപ്പോൾ അതിൻ്റെ അളവെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കടയാണ് കേട്ടോ. അതിനവിടെ ചട്ടികൾ കിട്ടും, പിന്നെ കുറച്ച് വളങ്ങൾ കിട്ടും, ആട്ടിൻകാഷ്ടം, അങ്ങനത്തെ കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ചെടികളൊക്കെ കിട്ടും കേട്ടോ. നടുവട്ടം ജംഗ്ഷനിൽ തന്നെയാണ് കട. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നല്ല വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ആദ്യം ഈ ഗ്രില്ല് പോലെ ഇരിക്കുന്ന സംഭവം അത് നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ഇടാം കേട്ടോ. പിന്നെ അതൊക്കെ മുറിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഇപ്പോഴത്തെ വെയിലിന് എന്ത് ചൂടാണ്, ഒരു രക്ഷയില്ല, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സോഡാ സർബത്ത് കുടിച്ചു കേട്ടോ. ഇത് മൊത്തം ഞാൻ കുടിക്കാറില്ല, അവന് ചുമയാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ തന്നെ അത് മൊത്തം കുടിക്കേണ്ട വന്നു. പിന്നെ തിരിച്ച് വന്ന് വീട്ടിൽ കയറി കേട്ടോ. അപ്പോൾ ജാനുവിൻ്റെ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് മോര് കാച്ചിയതും സോയാബീനും ആണ് ഉണ്ടാക്കിയത്. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിട്ടോ. അതും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ ഒരു ഉറക്കം പാസ്സാക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. വീട്ടിൽ അപ്പം ഉണ്ടാക്കിയ വീഡിയോ എടുത്തില്ല കേട്ടോ, അത് മിസ്സായി പോയി. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ ഈ തവണ പെസഹ ഉണ്ടായില്ല, പപ്പയുടെ അമ്മ മരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പം മുറിക്കുകയാണ്, പപ്പയാണ് മുറിക്കുന്നത്. വീട്ടിലെ മുതിർന്ന ആളാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ അപ്പം മുറിച്ച് ഓരോരുത്തർക്കും പ്രായം അനുസരിച്ചിട്ട് മുതിർന്നവരനുസരിച്ച് കൊടുക്കുന്നത്. എൻ്റെ പപ്പയുടെ അനിയനാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരുന്നു കേട്ടോ. കാരണം ഇവിടെ അങ്കമാലിയിൽ നമുക്ക് പെസഹ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 1 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവരോടും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ നേരെ അങ്കമാലിലോട്ട് കേട്ടോ. ഇവിടെ അങ്ങനെ മുതിർന്ന ആൾ അങ്ങനെ മുറിച്ചു കൊടുക്കില്ല, അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ എടുത്ത് കഴിക്കുക. പിന്നെ നമ്മൾ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെയും പോയി കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.